ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനം, തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. എൻ്റെ കർത്താവിൻ്റെ വചനം, സഹോദരങ്ങളെ, കർത്താവ് എത്രയോ കാരുണ്യത്തോടെയാ നിന്നെയും എന്നെയും നോക്കുന്നേ. നിഷ്കളങ്കരായി ജീവിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് സത്യവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കുവിൻ. വീണ്ടും കർത്താവ് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരാകണം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നൂറ്റാണ്ടില്, ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന വക്രതയുടെ, ദുഷ്ടതയുടെ, തിന്മയുടെ ഒരു പ്രതിരൂപങ്ങൾ മാറ്റപ്പെട്ട് നാം ഓരോരുത്തരും നിഷ്കളങ്കരായി തീരുവാൻ, നിഷ്കളങ്ക മനസ്സിന്റെ, നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമകളായി ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കാൻ കർത്താവ് നമ്മളെ ഈ തിരുവചനത്തിലൂടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിപ്പിക്കുക. കർത്താവിൻ്റെ ദൃഷ്ടി, കർത്താവിൻ്റെ ശ്രദ്ധ, കർത്താവിൻ്റെ മനസ്സ്, ഹൃദയം ഒരൊറ്റ ആളെ നോക്കുന്നുള്ളൂ. നിഷ്കളങ്കരെവിടെയാണുള്ളത്? അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ കർത്താവ്, അവർക്ക് വേണ്ടി ഇതോ സകലതും ചെയ്യാൻ കഴിവുള്ളവനായ നമ്മുടെ കർത്താവ് ഈ വചനത്തിലൂടെ പറയാ, അവർക്ക് ശക്തി കൊടുക്കണം. നിഷ്കളങ്കര് തളർന്നു പോകരുത്, നിഷ്കളങ്കര് വീണ് പോകരുത്. അവര് നിത്യം നിലനിൽക്കണം. അവര് ബലപ്പെട്ട് ശക്തിപ്പെട്ട് അവര് മാതൃകകളായി മാറുവാൻ കർത്താവ് നമ്മളെ ഇന്ന് വിളിക്കുക. കർത്താവായ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് മനുഷ്യരില് കണ്ടുവരുന്ന വക്രത, ദുഷ്ടത, തിന്മ, ഇതുമൂലം നിഷ്കളങ്കരായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. നിഷ്കളങ്കമായിട്ട് ജീവിക്കാനോ പെരുമാറാനോ ഇടപെടാനോ പറ്റുന്നില്ല. കാരണം സാത്താൻ കൊണ്ടുവരുന്ന ഈ വക്രത, ഈ തിന്മ, ഈ ദുഷ്ടത, ഈ ഒരു സ്വാധീനങ്ങൾ കർത്താവേ, സകല ദൈവ മക്കളിൽ നിന്ന് നിന്റെ അധികാരമുള്ള നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ബെനഡിക്റ്റ് മാധ്യസ്ഥത്തിൽ, സകല വിശുദ്ധ മാലാഖ വൃന്ദങ്ങളുടെ മാധ്യസ്ഥത്തിൽ അങ്ങനെ തന്ന പൗരോഹിത്യ അധികാരത്തെ വിട്ടുമാറി പോകട്ടെ. ദുഷ്ടത വിട്ടൊഴിഞ്ഞു പോകട്ടെ. വക്രത വിട്ടുമാറി പോകട്ടെ. സകല സ്വാധീനങ്ങൾ വിട്ടുവപ്പിക്കപ്പെടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ,